ഞാനേ മോളെടുത്ത് വരെ ഒന്ന് പോവുക. ഓണമൊക്കെ അല്ലേ വരുന്നത്. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്തില്ല എനിക്ക് അങ്ങ് വലിയ വിഷമോ. ഓണം എന്ന് പറഞ്ഞ പൈസ വല്ലതും കയ്യിലുണ്ടോ? പൈസ വല്ലതും കയ്യിലുണ്ടോ? ഒന്നും തോന്നുന്നല്ലോ. പെൻഷൻ വന്നത് ഇച്ചിരി കിടപ്പുണ്ട്, അത് എടുത്തില്ലല്ലോ. പൈസ ഉണ്ടെങ്കിൽ എന്താ പോയിട്ട് വാ. എന്നാ ഞാൻ പോകാനൊരുങ്ങട്ടെ. പെൻഷൻ പൈസ വന്നത് കിടപ്പുണ്ട്, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് ചെരുപ്പും വാങ്ങിക്കണം. എൻ്റെ ചെരുപ്പ് മുഴുവൻ പൊട്ടിപ്പോയതാണ്, അതും വാങ്ങിക്കണം. നോക്കട്ടെ, കൊച്ചിന് തുണി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുവേ. ഞാൻ ഒരുങ്ങിയിട്ട് പോയിച്ച് വരാം. ഞാൻ ഇന്ന് അങ്ങോട്ട് പോയിച്ച് വരട്ടെ. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയ ഒരു ബസ്സുണ്ട്, വേഗം പോയിട്ട് വരാം. അതെന്താ പോയോടി പോരുക? ഇത് ചെന്നില്ലേ? അതോ ബസ് കിട്ടിയില്ലയോ? എന്താ പറ്റി? പോയില്ലേ? മോനെ കാണാൻ പോയില്ലയോ? പോയി, ഒന്നും പറയണ്ട. പോയല്ലോ എന്നങ്ങ് ഓർത്ത് പോവുക. എന്താ പറ്റി? എന്തൊരു പ്രയാസം എന്താ? തുണി കാണിച്ചിട്ട് മോള് വാങ്ങിച്ചില്ലേ? ഒന്നും പറയണ്ട. എനിക്ക് 1600 രൂപ എനിക്ക് പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2-3 ആഴ്ചയായിട്ട് എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ട് ചെരുപ്പ് പോലും മേടിക്കാതെ ഞാൻ ആ പൈസ സൂക്ഷിച്ചവിടെ ഇട്ടിരുന്നു. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഇനി എല്ലാ വർഷവും കൊച്ചിന് മേടിച്ചു കൊടുക്കുന്നതാണല്ലോ എന്ന് ഓർത്ത് മോക്ക് ഒരു ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് ചെന്ന. അവള് പറയുക അവള് ഇത്രയും കുറഞ്ഞ ബ്രാൻഡഡ് ഡ്രസ്സൊന്നും ഇടത്തില്ലെന്ന്, നമുക്ക് കൂടിയത് വേണമെന്ന്. ഇത്രയൊന്നും ഞാൻ ഇടത്തില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പോലെ, എൻ്റെ മുഖത്തെറിയുന്ന പോലെ അവൾ എടുത്തിട്ടിട്ട് അവൾ അകത്തോട്ട് പോയി. ഞാനിങ്ങ് പോന്നു, ഒന്നും മിണ്ടിയില്ല. അത് എനിക്ക് കളയാൻ പറ്റുമോ? ഇനി ഞാനിട്ടോളാം. നമ്മളൊന്നും വിചാരിക്കുന്ന പോലൊന്നും അല്ല അവരിപ്പം. അവരൊക്കെ ഭയങ്കര ആൾക്കാരായി പോയില്ലേ. ഇപ്പൊ അവര് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊന്നും അവരൊന്നും ഇടത്തില്ല. അവർക്ക് വേറെ ഡ്രസ്സ് മതി. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഒരു സാരി വെട്ടി 3 പേര് ബ്ലൗസ് പാവാടയും തയ്ച്ചിട്ടാണ് ഞങ്ങളൊക്കെ കൊച്ചിലെ വളർന്നത്. ഒരു സാരി വെട്ടി തയ്ക്കും, അത് 3 പേര് ഇടുമായിരുന്നു, പാവാടയും ബ്ലൗസും. ഞങ്ങള് ചേട്ടത്തി അനിയത്തിമാരെ സ്കൂളിൽ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് ആയതുകൊണ്ട്. ഇപ്പൊ എൻ്റെ മോള് പറയുന്നു അമ്മ കൊണ്ടുവന്ന ഡ്രസ്സ് അവൾക്ക് വേണ്ടെന്ന്, പുതിയ നല്ല ഡ്രസ്സ് ഇടത്തുള്ളെന്ന്. ഇത്രയും പ്രായം വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ടല്ലേ അവള് വളർന്നത്. അവൾക്ക് ഭർത്താവും കുഞ്ഞും ഒക്കെ ഉണ്ടായത് ഇപ്പോഴല്ലേ. അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട, ആ ഡ്രസ്സൊന്നും അവൾ ഇടത്തില്ലെന്ന്. എനിക്ക് കളയാൻ പറ്റുമോ? ഞാൻ അവിടെ കിടന്ന പൈസ എടുത്തുകൊണ്ട് പോയി മേടിച്ചതല്ലേ, എന്നങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നു. എന്തോ ചെയ്യാനാ, നമ്മളൊന്നും വിചാരിക്കുന്ന പോലൊന്നും അല്ല നമ്മുടെ മക്കളൊക്കെ. ഭയങ്കര സങ്കടമായി പോയി. എന്താ ചെയ്യാനാ, രാവിലെ ഇവിടുന്ന് വെയിലും കൊണ്ട് അവിടെ പോയി വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഒന്നും കഴിച്ചില്ല. ഇത്രയെല്ലാം കേട്ടപ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ വെള്ളം പോലും കുടിച്ചില്ല, ഞാനിങ്ങ് പോന്നു. അതിൽ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമായിരുന്നു. ഓണമാകുമ്പോൾ എല്ലാ വീടുകളിലും മക്കൾക്ക് ഡ്രസ്സും വാങ്ങിച്ച് അപ്പനും അമ്മയ്ക്കും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് അമ്മമാര് പോവുകയും അപ്പന്മാര് പോവുകയും ഒക്കെ ചെയ്യും. എന്തോ ഓണം, എന്തോ ഗിഫ്റ്റ്, വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനത്തിന്റെ വിലയല്ല. നമ്മളോട് സന്തോഷത്തോടെ വാങ്ങിക്കുകയും നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് തരികയൊക്കെ ചെയ്യുമ്പോഴാ നമുക്ക് സന്തോഷം. ചത്ത് കഴിഞ്ഞിട്ട് കല്ലറ കൊണ്ട് പൂ വെച്ചിട്ടോ കല്ലറ കൊണ്ടുവന്ന് മാല വെച്ചിട്ടോ ആൾക്കാർക്ക് സദ്യ കൊടുത്തിട്ടോ വല്ലതും കാര്യമുണ്ടോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴല്ലേ മക്കൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാൻ പറ്റുമോ? എനിക്കറിയാൻ പറ്റുമോ? അവൾ എന്നോട് പറഞ്ഞു ഈ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടെന്ന്. ഞാനിങ്ങ് പോകുന്നു, വേണ്ട, എനിക്ക് കളയാൻ പറ്റുമോ? ഞാൻ 1600 രൂപ പെൻഷൻ കിട്ടുന്നത് എടുത്ത് വലിയ കാര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ചെന്ന. എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം, അതിനുള്ള പൈസ ഇല്ല.
എന്തോ പറയാനാ.